പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 4:17 വചനം ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ സഹനങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം പൗലോസ്ലീഹയ്ക്ക് വളരെ കുറച്ച് സഹനങ്ങളുള്ള ഒരു മനുഷ്യനായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്ലീഹന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ സഹനം അനുഭവിച്ച ഒരു സ്ലീഹൻ തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹ. 2 കൊരിന്തോസ് 11:23 തിരുവചനം മുതൽ പൗലോസ്ലീഹ താൻ അനുഭവിച്ച സഹനങ്ങളുടെ ഒരു രത്ന ചുരുക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോരം സഹനങ്ങളാണ് ഈ മനുഷ്യൻ സഹിച്ചത്. ഈ അപ്പസ്തോലൻ ഈശോയ്ക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച സഹനങ്ങൾ എത്രയോ വലുതാണ്. എന്നിട്ടും ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ഈ അപ്പസ്തോലനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുവാൻ ഉണ്ടായ കാരണം അത് നമുക്ക് വ്യക്തമാകും. ആ മനുഷ്യൻ്റെ നോട്ടം ഈശോയിലേക്കാണ്, അതും ക്രൂശിതനായവനിലേക്ക് തന്നെയാണ്. തനിക്കായി, തൻ്റെ പാപപരിഹാരത്തിനായി ഒരു പരിശുദ്ധനായ ദൈവപുത്രൻ എല്ലാ സഹനങ്ങളും ഏറ്റുവാങ്ങിയപ്പോൾ ഹൃദയത്തിൽ ആ സഹനങ്ങളെയൊക്കെ കുറിച്ച് ധ്യാനിക്കാനുള്ള കൃപ പൗലോസ്ലീഹായ്ക്കുണ്ടായിരുന്നു. എൻ്റെ സഹനങ്ങളൊക്കെ ക്രൂശിതൻ്റെ സഹനങ്ങൾക്ക് മുമ്പിൽ എത്രയോ നിസ്സാരമാണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റി. നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന സഹനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ക്രൂശിതനെ നോക്കാം. ആ ക്രൂശിതൻ്റെ വേദനകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം നമ്മുടെ സഹനങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള സഹനങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സഹനങ്ങൾ എത്രയോ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.